നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. തുടർച്ചയായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. സംസ്ഥാന സർക്കാർ നിലപാട് മാർച്ച് 14 മുമ്പ് എഴുതി നൽകണമെന്ന് കോടതി. വാദം ഏപ്രിൽ 7 മുതൽ 22 വരെ. സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവർത്തിച്ച് NSS. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ കൊച്ചി ഓഫീസിൽ. ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണമെന്ന് SITയുടെ നിഗമനം. നാഷണൽ ലാബിലെ പരിശോധനാഫലം കൂടി വന്ന ശേഷം കോടതിയെ അറിയിക്കും. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് മലമ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. നാളെ പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. CPI അംഗം ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക്. നിയമമാണ് മനസ്സിലെന്നും പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. NDA യോഗം കൊച്ചിയിൽ. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ. പേരൂക്കട അഗസ്ത്യ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ. രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഹാജരായത് ഹൈക്കോടതിയുടെ ജാമ്യവ്യവസ്ഥ പ്രകാരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ OP സേവനം സ്തംഭിച്ചു. പ്രധാന ഡോക്ടർമാരെല്ലാം OP ബഹിഷ്കരിച്ചു. രോഗികൾ ദുരിതത്തിൽ. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സർക്കാർ വാക്കുപാലിച്ചില്ലെന്ന് KGMCTA. ഗാസയിലും ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷം. പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചുകൊണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ തുടർച്ചയായി വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും രാജ്യത്തെ മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. അതേസമയം ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നു എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. പുതിയ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് കോടതി എന്താണ് പറഞ്ഞത്? ഈ ഹർജികളുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഭരണഘടനാ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമാണ് കോവിഡ് അടക്കമുള്ള കാര്യങ്ങൾ വരികയും ഈ ബെഞ്ചിന്റെ പ്രവർത്തന നടപടിക്രമങ്ങൾ പിന്നീട് മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ അന്ന് രൂപീകരിച്ച 9 അംഗ ബെഞ്ചിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ച് പുനഃസംഘടിപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇത്തരത്തിൽ തന്നെ, അതായത് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വം തന്നെയായിരിക്കും 9 അംഗ ഭരണഘടനാ ബെഞ്ച് വരിക. ഈ ബെഞ്ച് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാർച്ച് 14 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്കാരെല്ലാവരും തന്നെ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട മറുപടികളും ചോദ്യങ്ങളും എല്ലാം തന്നെ രേഖാമൂലം നൽകണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഏപ്രിൽ 7 മുതൽ വാദം ആരംഭിക്കും. 22 തുടർച്ചയായി വാദം കേൾക്കാൻ തന്നെയാണ് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളത്. 22-ാം തീയതി വാദം പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ ക്രമീകരണമായിട്ടുള്ളത്. അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. ഈ 2 കൂട്ടരുടെയും വാദങ്ങളാണ് പ്രധാനമായും കേൾക്കുക. അതിന് 3 ദിവസം വീതം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ തന്നെ അഭിപ്രായം ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാർ ഈ പുനഃപരിശോധനാ ഹർജികളെ അംഗീകരിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കിയപ്പോൾ ഇതുവരെ, അതായത് ഇപ്പോൾ ഈ സാഹചര്യം വരെ ഈ നടപടികളെല്ലാം തന്നെ എതിർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വ്യക്തമാക്കിയത്. മറ്റു മറുപടികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ കൂടി ആലോചിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിൽ, അതായത് ഏതായാലും സത്യവാങ്മൂലം സമർപ്പിക്കണം, ആ ഘട്ടത്തിലായിരിക്കും സംസ്ഥാന
സർക്കാരിന്റെ കൃത്യമായ ഒരു നിലപാട് കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല പുനഃപരിശോധന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല പരിഗണിക്കുന്നത്. രാജ്യത്തെ മതപരമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട 65-ലധികം ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. ഈ ഹർജികൾ ഒന്നിച്ച് പരിഗണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ മുൻഗണനാ ക്രമം അനുസരിച്ച് കോടതി പരിശോധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 2 കൗൺസിലർമാരെ കൂടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു അമിക്കസ് കൂടി സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ 2 കൗൺസിലെ കൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരടക്കം ഇത് 2 കൂട്ടരെയും വാദങ്ങളെല്ലാം തന്നെ പരിശോധിച്ചായിരിക്കും സുപ്രീം കോടതി ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മായ പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS നിലപാടിൽ മാറ്റമില്ല. ആചാര സംരക്ഷണത്തിനായി സർക്കാർ നിലപാട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരപരാധികളായവർക്ക് നേരെ എടുത്ത കേസുകൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കേസ് CBIക്ക് കൈമാറുമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊച്ചിയിൽ നടക്കുന്ന NDA നേതൃ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ക്യാമ്പ് നടക്കുന്നത്. ശബരിമല ഒരു ഇഷ്യൂ ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആരാണ് CPM വോട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആരും ജയിലിൽ പോയിട്ടില്ല. അത് ഗോവിന്ദൻ മാഷ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ 3-ാം തീയതി പറഞ്ഞ കാര്യം ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു വീഴ്ചയാണെന്ന് ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED നീക്കം ആരംഭിച്ചു. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയും ഇന്ന് കൊച്ചി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. EDക്ക് മുന്നിൽ കൽപേഷും ഇന്ന് ഹാജരാകും. അതിനിടെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണം ആണെന്നാണ് SITയുടെ പ്രാഥമിക കണക്ക്. VSSCയുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് സംബന്ധിച്ച നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നാഷണൽ ലാബിലെ പരിശോധനാ ഫലം കൂടി വന്ന ശേഷം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവും. 1ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിറ്റിംഗ് MLAമാരുടെയും SC/ST സംവരണ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നു. KPCCയുടെ വിശാല യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരും. അതിനിടെ ഇടതുപാളയത്തിൽ നിന്ന് പ്രധാന മുഖങ്ങളെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാക്കുകയാണ് കോൺഗ്രസ്. VS അച്യുതാനന്ദന്റെ മുൻ PA ആയിരുന്ന A. സുരേഷിനെ മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ നീക്കം നടത്തുന്നു. നടൻ പ്രേംകുമാറിനെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കാനും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നടൻ ജയൻ ചേർത്തലയും കോൺഗ്രസിലേക്ക് ചേരുകയാണ്. രാവിലെ KC വേണുഗോപാലുമായി ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇനി സച്ചിദാനന്ദ മാഷ് എപ്പോഴാ പടിയിറക്കി വിടുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പം പ്രഖ്യാപിക്കുന്നത് AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഊർജിതമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ജനപിന്തുണയാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്ന് KC വേണുഗോപാൽ. ഇടതുപക്ഷത്തിനകത്തു നിന്ന് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനം കാത്തിരുന്ന് കാണണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുടെ മനസ്സിനകത്താണ്
ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദന ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും നല്ല രീതിയിൽ. എ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അത് പുറത്താക്കിയത് തന്നെയാണ്. പ്രേംകുമാർ പാർട്ടി അംഗമല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി അതുകൊണ്ടെന്താ കാര്യം? പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പല ആളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാൻ ഞാൻ എന്താ എടുക്കാതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവും ഇല്ല, ഒറ്റ വിവാദവും ഇല്ല, ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ കേരളത്തിലെ വികസന മുന്നേറ്റ ജാഥ ഇന്ന് സമാപിക്കും. പാലക്കാട് പര്യടനം തുടരുന്ന ജാഥ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തരൂരാണ് സമാപിക്കുക. ജാഥയുടെ അവസാന ദിവസമായി ഇന്ന് ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പര്യടനം നടക്കുന്നത്. വടക്കൻ കേരളത്തിലെ വിവിധ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ജാഥ കടന്നുവരുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായി. പേരൂക്കട അഗസ്ത്യ പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. വൈദ്യപരിശോധന നടത്തി ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുൻകൂർ ജാമ്യത്തെ എതിർത്താണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഓപ്പറേഷൻ സ്കിൽ ഗാർഡ് വിജിലൻസ് പരിശോധന സംസ്ഥാനത്ത് തുടരുകയാണ്. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് വിജിലൻസിന്റെ പരിശോധന. 62 ഇടങ്ങളിലാണ് പരിശോധന തുടരുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടെന്നാണ് ആരോപണം. 60% കേന്ദ്ര സർക്കാർ പണം നൽകുന്ന പദ്ധതിയാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണ സമരം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് KGMCTA കടന്നത്. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. OP ബഹിഷ്കരിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെയാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക, മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും ഡോക്ടർമാർക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുക, DA കുടിശ്ശിക നൽകുക തുടങ്ങി വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. ഇതിനിടെ 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. എന്നാൽ സമരം തുടരുമ്പോഴും അത്യഹിത വിഭാഗം, ലേബർ റൂം, ICU, കിടത്തി ചികിത്സ എന്നീ സേവനങ്ങൾ മുടക്കില്ല. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കാനും KGMCTA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് KGMCTA. ഈ അരിയർ പൂർണ്ണമായും തീർത്തു 2021 2023 ഈ അരിയർ പൂർണ്ണമായും തീർത്തു നൽകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് ആ ഉറപ്പ് സർക്കാർ പിൻവലിച്ചു. ഇനി വീണ്ടും ഒരു ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. നമുക്ക് കൃത്യമായ നമ്മുടെ അരിയർ നമ്മുടെ കൈകൾ കിട്ടാതെ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. കേവലം ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഒരു സമരം നടത്തുന്നത്. OP ബഹിഷ്കരിച്ചതോടെ രോഗികൾ വലയുകയാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ KGMCTA ധർണയും നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. ചോറ്റാനിക്കരയിൽ ആത്മഹത്യ ചെയ്ത 16-കാരിക്ക് കൊറിയൻ സുഹൃത്തുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ.
കുട്ടി കൊറിയൻ സിനിമകൾ കാണുമായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലും കൊറിയൻ സുഹൃത്തിനെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. മറ്റാരെങ്കിലും കബളിപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും SP വ്യക്തമാക്കി. ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് അരുണാചലത്തിന് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു 7 മെമ്പർമാരുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഗാസയിലും ലെബനൻ സിറിയ അതിർത്തിയിലും ഇസ്രയേൽ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം. ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർനിർമ്മിക്കുന്നതിന് ബോർഡ് ഓഫ് പീസ് $5 ബില്യൺ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ പൗരനാണെന്നാണ് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. ലെബനിലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട തന്റെ മൊഴി റിപ്പോർട്ടിൽ വന്നിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഉദ്യോഗസ്ഥർ അപക്വമായി പെരുമാറിയെന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്. അതൊന്നും പുറത്തുവന്ന റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് ഇനിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നും സുരേഷ് ഗോപി. എയിംസ് വരാതെ എവിടെ പോകാനെന്നും അത് വരുമ്പോൾ അതിന്റെ മഹത്വം തനിക്ക് തന്നെ ആവുമെന്നും എയിംസ് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ വരില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ആലൻഷറിന്റെ ദാനം ചെയ്ത അവയവങ്ങൾ ഘടിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വഴി പണം ആവശ്യപ്പെട്ട് തട്ടിപ്പെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ റെജി സാമുവൽ. അവയവങ്ങൾ സ്വീകരിച്ച കുട്ടികൾക്ക് ചികിത്സയ്ക്ക് പണമില്ലെന്നും ജനങ്ങൾ സഹായിക്കണമെന്നും പറഞ്ഞ് പണം ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ശസ്ത്രക്രിയയും അനുബന്ധ കാര്യങ്ങളും സൗജന്യമായാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ എല്ലാറ്റിനും പിന്തുണ അറിയിച്ചിരുന്നുവെന്നും റെജി സാമുവൽ പറഞ്ഞു. ശിവരാത്രി ആഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമായി കൊല്ലം അമൃതപുരി. പ്രത്യേക പൂജകൾ, ഭജനകൾ, ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളോടെയാണ് അമൃതപുരിയിൽ ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ആശ്രമ പരിസരം മുഴുവൻ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടെ ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ലളിതാ സഹസ്രനാമ ജപവും മൃത്യുഞ്ജയ ഹോമവും നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തർക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തരും ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. പ്രധാന ഭജന ഹാളിൽ നടന്ന പ്രത്യേക ധ്യാനത്തിനും ഭജനയ്ക്കും വിശ്വശാന്തി പ്രാർത്ഥനകൾക്കും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നേതൃത്വം നൽകി. ആത്മനിയന്ത്രണം, ത്യാഗം, ഉണർവ് എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഏവർക്കും സാധിക്കട്ടെയെന്നും സർവ്വചരാചരങ്ങളിലുമുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന മനസ്സോടെ ജീവിക്കാൻ ഈശ്വരകൃപ ഉണ്ടാകട്ടെയെന്നും അമ്മ ആശംസകൾ നേർന്നു. രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഭജനകളും പ്രാർത്ഥനകളും. ആത്മീയ ചൈതന്യവും സമാധാന സന്ദേശവും പകർന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾ അമൃതപുരിയിൽ ലളിതാ സഹസ്രനാമ അർച്ചനയോടെ സമാപിച്ചു. यः प्रथमं लोकं त्रिवारं प्रदक्षिणं करिष्यति तस्मै दास्यति. അമൃത ന്യൂസ്, കൊല്ലം.
യഥാർത്ഥ ഉണർവ് എന്നത് കേവലം ശാരീരികമല്ലെന്നും അത് ആന്തരികമായ ബോധമാണെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നും ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത് എന്നും ശിവരാത്രി സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. സത്യത്തിലേക്ക് നമ്മൾ ഉയർന്ന് ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. എന്നാൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുള്ളതാണ് ശിവരാത്രി. ലോക ജീവിത യാത്രയിലും ആധ്യാത്മിക യാത്രയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേക മൂല്യങ്ങളെക്കുറിച്ച് ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി പരമമായ സത്യത്തിലേക്ക് ശിവനിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും സാധാരണയായി ലോകവിഷയങ്ങളിലും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. മനസ്സാകട്ടെ സദാ ചിന്താകർഷമാണ്. അങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ഈശ്വരസ്മരണയിലും ഈശ്വര ആരാധനയിലും നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിപ്പുണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെയാണ് നമ്മുടെ മിക്ക ജീവിതാനുഭവങ്ങളും. അതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈശ്വരന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ത്യാഗം പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ ശ്രമിക്കണം. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടെന്നത് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവന്ന ഇരുട്ടില്ലാതാകും. അതുപോലെ നമ്മൾ ബോധം ഉണർമ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറുന്നു. ശിവരാത്രി നൽകുന്ന ആത്മനിയന്ത്രണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉണർവിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അഷ്ടമൂർത്തികളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഭഗവാനെ സർവ്വചരാചരങ്ങളിലും ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉണർവിലേക്ക് വരാൻ കൃപ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റ് വാർത്തകളിലേക്ക്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഒറ്റയാൻ പടയപ്പയുടെ പരാക്രമം. ആന ഓട്ടോറിക്ഷ തകർത്തു. കഴിഞ്ഞ രാത്രിയിൽ കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷൻ സ്വദേശിയായ കറുപ്പുസ്വാമിയുടെ ഓട്ടോറിക്ഷയാണ് ആന തകർത്തത്. കറുപ്പുസ്വാമി ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിറക്കിയാണ് രക്ഷപ്പെട്ടത്. വീട്ടിൽ പോകുന്ന വഴിയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം തലയാർ എസ്റ്റേറ്റിന് സമീപം വിനോദസഞ്ചാരികളുടെ വാഹനവും പടയപ്പ തകർത്തിരുന്നു. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ UAE അഫ്ഗാനിസ്ഥാനെ നേരിടുന്നു. അഫ്ഗാനിസ്ഥാന് 170 റൺസിന്റെ വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത UAE 9 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസാണ് എടുത്തത്. 3 മണി മുതൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇറ്റലിയെ, 7 മണി മുതലുള്ള മൂന്നാം മത്സരം ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.